നിങ്ങൾക്ക് എല്ലാവർക്കും തീ എന്താണെന്നുള്ളത് അറിയാം. എങ്ങനെയാണ് തീ ഉണ്ടാവുന്നതെന്നുള്ളത് അറിയാം. എങ്ങനെ തീ ഉണ്ടാവുക? തീ എങ്ങനെ ഉണ്ടാവും? വരുമ്പോൾ നമ്മൾ നിന്ന് തീ ഉണ്ടാവും. അത് നമുക്കൊരു FOH ട്രയാങ്കിൾ പോലൊരു സാധനമുണ്ട്. അതായത് ഒരു ഫ്യുവൽ വേണം, ഓക്സിജൻ വേണം, ഹീറ്റ് വേണം. ഇത് മൂന്നും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവും, ഈ തീ എന്ന് പറയുന്ന സാധനം നമുക്കുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളൊരു സാധാരണക്കാരായ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്താ? നമ്മുടെ ആദ്യത്തെ ചിന്താഗതി എന്തായിരിക്കണം? ഒന്നെങ്കിൽ ആ തീ എവിടെ നിന്നുണ്ടായോ ആ ഫ്യൂവൽ, അതായത് വിറകാണെങ്കിൽ വിറക് മാറ്റണം, പേപ്പറാണെങ്കിൽ പേപ്പർ മാറ്റണം, മണ്ണെണ്ണയാണെങ്കിൽ മണ്ണെണ്ണ അവിടെ നമുക്ക് മാറ്റണം അല്ലേ? അതായിരിക്കും നമ്മുടെ ഒന്നാമത്തെ ഇൻറ്റൻഷൻ. ഇല്ലാന്നുണ്ടെങ്കിൽ ഓക്സിജൻ്റെ അളവ് നമുക്ക് കുറയ്ക്കണം, ഇല്ലെങ്കിൽ ചൂട് നമുക്ക് കുറയ്ക്കണം. ഇതായിരിക്കും നമ്മളുടെ ഒരു പ്രൈമറി ഉദ്ദേശം എന്ന് പറയുന്നത് അല്ലേ? ആണോ? അപ്പോൾ അടുക്കള തീ പിടിച്ച് കഴിഞ്ഞാൽ അറിയാലോ അല്ലേ? അടുപ്പിൽ തീ കൂടി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അവരുടെ എടുത്ത് മാറ്റുമല്ലോ. അപ്പോൾ അതാണ് നമ്മളുടെ തീ അണയ്ക്കാനുള്ള നമ്മളുടെ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്നു? അതാണ് FOH ട്രയാങ്കിൾ. മറക്കരുത്, FOH കേട്ടോ. ഫ്യുവൽ, ഓക്സിജൻ, ഹീറ്റ്. മറക്കില്ലല്ലോ. ഈ മൂന്നും കൂടെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ മാത്രമേ തീയാവുള്ളൂ. തീപ്പെട്ടി വരയ്ക്കുന്നത് അങ്ങനെയാണ്, മറ്റേ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ലൈറ്റർ അണയ്ക്കുന്നത് അങ്ങനെയാണ്. ഇതെല്ലാം അതിൻ്റെ ഒരു മെക്കാനിസമാണ്. ഗ്യാസ് ഓൺ ചെയ്തിട്ട് ലൈറ്റർ ഇല്ലാതെങ്കിൽ തീ കത്തത്തില്ല. രണ്ടും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? തീ എന്ന് പറയുന്ന സാധനം അവിടെ വരത്തും. സാധാരണ രീതിയിൽ നമുക്ക് 5 ക്ലാസിഫിക്കേഷൻ ഫയറാവുണ്ട്. ഒന്ന് സോളിഡ് എന്ന് പറയും, അതായത് നമ്മളുടെ ഖരപദാർത്ഥങ്ങളിൽ നിന്നുണ്ടാവുന്ന തീ, അതായത് പേപ്പർ, തടി, തുണിത്തരങ്ങൾ, ഇതെല്ലാം നിന്നുണ്ടാകുന്ന തീയാണ് സോളിഡ് ടൈപ്പ് ഫയർ എന്ന് പറയുന്നത്. ഈ തരത്തിൽ ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? എല്ലാ തരത്തിലുള്ള എക്സ്റ്റിങ്ക്വിഷേഴ്സ് മെഷേഴ്സും ഉപയോഗിക്കാം. നമുക്ക് മണൽ ഉപയോഗിക്കാം, വെള്ളം ഉപയോഗിക്കാം, പൗഡർ ഉപയോഗിക്കാം, കാർബൺ ഡയോക്സൈഡ് ഉപയോഗിക്കാം. ഓക്കെ, എന്നൊക്കെ ഉപയോഗിക്കാം. അത് ഏതിന് മാത്രമാണ്? ക്ലാസ് എ സോളിഡ് ടൈപ്പ് കേട്ടോ, ഖരപദാർത്ഥങ്ങളിൽ നിന്നുണ്ടാവുന്ന തീ. ഓക്കെ, അതിന് എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് എന്തൊക്കെയാണ്? വിറകുണ്ട്, പേപ്പറുണ്ട്, തുണിത്തരങ്ങളുണ്ട്. ഇതിന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് തീ കെടുക്കാം? മണൽ ഉപയോഗിക്കാം, നമുക്ക് കിട്ടുന്നതല്ല. മണൽ വരിയിടാറില്ലേ തീൻ്റെ മുകളിലേക്ക്? അതുകൊണ്ട് വെള്ളം നമ്മൾ ഉപയോഗിക്കും. പിന്നെ നമുക്ക് പൗഡർ ഉപയോഗിക്കാം, പിന്നെ ചാക്ക് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം, അതായത് സ്മോക്കറിങ് ടൈപ്പ് എന്ന് പറയും. ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്കതിൽ ഫോളോ ചെയ്യാം. അതാണ് ഖരപദാർത്ഥങ്ങളിൽ നിന്നുണ്ടാവും. ഇത് രണ്ടാമത്തെ തരം എന്ന് പറയുന്നത് എന്താണ്? ലിക്വിഡ് ടൈപ്പാണ്. ലിക്വിഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? ഒന്നെങ്കിൽ മണ്ണെണ്ണ ഉണ്ട്, പെട്രോളുണ്ട്, ഡീസലുണ്ട്, ഓയിലുണ്ട്. ഇതൊക്കെ ലിക്വിഡ് ടൈപ്പാണ്. ഇതിന് നമ്മൾ വെള്ളം മാത്രം ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, ഇതിൽ വെള്ളം മാത്രം ഉപയോഗിക്കാൻ പാടില്ല. ബാക്കി നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്റ്റിങ്ക്വിഷ് മെത്തേഡുകളെല്ലാം നമുക്ക് ഉപയോഗിക്കാം. പൗഡർ ഉപയോഗിക്കാം, കാർബൺ ഡയോക്സൈഡ് ഉപയോഗിക്കാം, മണൽ ഉപയോഗിക്കാം. ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ വെള്ളം മാത്രം ഉപയോഗിക്കാൻ പാടില്ല. എന്താ വെള്ളം ഉപയോഗിച്ചിട്ട് കുഴപ്പം? ഓക്സിജൻ വെള്ളത്തിൻ്റെ മുകളിൽ ഈ സാധനങ്ങളൊക്കെ പോയി കിടക്കും അല്ലേ? അറിയാം, വെള്ളത്തിൻ്റെ മുകളിലാണ് മണ്ണ് പോയി കിടക്കും, മുയിലെല്ലാം വെള്ളത്തിന് മുകളിൽ കിടക്കും. അപ്പോൾ എന്താണ്? ഈ ആളിക്കത്ത് ഒരു മുയിലേക്കാണ് ഈ തീൻ്റെ ആളിക്കത്ത്. അപ്പോൾ അത് നടക്കുന്നതുകൊണ്ടാണ് ലിക്വിഡ് എന്ത് ചെയ്യാൻ പാടില്ല, ഈ പറഞ്ഞ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ബാക്കി ഏത് മെട്രോളജി വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ദെൻ മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെറ്റൽ ടൈപ്പാണ്. ഓക്കെ, മെറ്റലിന് നമ്മൾ എക്സാമ്പിൾ പറയുന്നത് ലിഥിയം, അതേപോലെ അങ്ങനത്തെ പല മെറ്റൽസ് ഉണ്ട്, ബ്രോൺസ്, ഇങ്ങനത്തെ പല മെറ്റൽസ് ഉണ്ട്. ഈ മെറ്റൽസിനൊക്കെ തീ പിടിച്ച് കഴിഞ്ഞാണെങ്കിൽ നമ്മൾ എന്ത് പറയുക? നമ്മളെ പോലെ നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. പക്ഷേ എന്നാലും നമ്മൾ മെറ്റൽ ടൈപ്പ് എന്നുള്ളത് അറിഞ്ഞിരിക്കും. ഓക്കെ, അതിൽ നമുക്ക് വാട്ടർ റെക്കമെൻഡ് ചെയ്യുന്നില്ല. വേറെ തരത്തിലുള്ള നമ്മുടെ ലിക്വിഡ് പെട്രോൾ, ഈ ABC ടൈപ്പും ഈ പറഞ്ഞ കാർബൺ ഡയോക്സൈഡ് ടൈപ്പ് നമുക്ക് എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. വെള്ളം മാത്രം എന്ത് ചെയ്യാൻ പാടില്ല? ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഓക്കെ, ഇനി അടുത്ത കാറ്റഗറി എന്ന് പറഞ്ഞിട്ട് എന്താണ്? ഗ്യാസ് ടൈപ്പ്. അതിൽ വെള്ളം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള ആ ഒരു മെറ്റൽ നമ്മളിപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ ഇരുമ്പിൽ നമ്മൾ വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ്? അതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് സ്പ്രെഡ് വരും. അതായത് നമുക്ക് ആക്സിഡൻ്റൽ ഇഞ്ചുറീസ് വളരെ കൂടുതലാണ്. അതേപോലെ അതിൽ പെയിൻ്റ് ഉണ്ടെന്ന് വിചാരിച്ചു. സോ പെയിൻ്റ് ഉണ്ടെങ്കിൽ വെള്ളം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആളെ കത്തുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു മെക്കാനിസം ഉള്ളതുകൊണ്ടാണ് എന്ന് പറയുന്നത് വാട്ടർ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് പറയുന്നത്. ഇനി അടുത്ത കാറ്റഗറി എന്താണ്? ഗ്യാസാണ്. ഓക്കെ, ഗ്യാസ് നമ്മുടെ മേഖലകളിലുണ്ട്. അത് ബ്യൂട്ടൈൻ ഗ്യാസ് ആവാം, ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് ആവാം, വാട്ടർ ടൈപ്പ് ചെയ്തിട്ട് ഏത് ടൈപ്പ് ചെയ്യാനും കുഴപ്പമില്ല. സെയിം മെത്തഡോളജിയോടെ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, ബാക്കി ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇനി ഈ ഗ്യാസിന് വേറെ നമുക്ക് LPG ആണ് നമ്മൾ വീടുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. വീടുകളിൽ നമ്മൾ ഗ്യാസൊക്കെ പെട്ടെന്ന് ഈ പറഞ്ഞ എന്താ പറയുക, ഗ്യാസിൻ്റെ നോബിലായിരിക്കും. അതിലൊരു നോബുണ്ടല്ലോ, അടപ്പുണ്ടല്ലോ അല്ലേ? അടപ്പിൻ്റെ മേഖലകളിലാണ് സാധാരണ ഇതിൽ ഗ്യാസിൻ്റെ ലീക്ക് വരുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ പറയുന്നത് രാവിലെ ഇത് തുറക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം താഴത്തെ നോബ് അടച്ചു വെച്ചിട്ടായിരിക്കും പോവുക. തുറന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യണം? ഒരു സോപ്പ് വെള്ളം വെച്ചിട്ട് ഒന്ന് അതിൽ എന്തെങ്കിലും ലീക്ക് ഉണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യണം. അതേപോലെ നമ്മുടെ സ്റ്റൗവായിട്ട് കണക്ട് ചെയ്ത ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയയിലും സോപ്പ് വെള്ളം വെച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണമെന്നുള്ളതൊക്കെയാണ് പറയുന്നത്. പക്ഷെ ആരും ചെയ്യാറില്ല. ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു നമ്മുടെ അറിയാം ടയർ പഞ്ചറായി കഴിഞ്ഞൊരു പോകുമ്പോൾ ഒരു ചെറിയ പകലുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയതിന് ശേഷം ഉറപ്പ് വരുത്തിയിട്ട് കത്തിക്കാവുന്നുള്ളതാണ് പറയുന്നത്. ഇനി അൺഫോർച്ചുനേറ്റ്ലി എന്തെങ്കിലും തീ വന്നു എന്ന് വിചാരിച്ചോളൂ. അതിൻ്റെ കവറേജ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മൾ ഗ്യാസ് കവറേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ സ്മോക്കറിങ് ടൈപ്പാണ്.
ചാക്ക് എന്തെങ്കിലും സാധനങ്ങളോ അല്ലെങ്കിൽ ബ്ലാങ്കറ്റോ അങ്ങനെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ കവർ ചെയ്യണം. അതായത് തീ ഒട്ടും പുറത്ത് വരാത്ത തരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ കവർ ചെയ്യണം. അതാണ് അതിൽ വരുന്ന മെക്കാനിസം എന്ന് പറയുന്നത് ഈ ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അതൊന്നും നമുക്ക് സാധിക്കുകയൊന്നുമില്ല. സോ നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്നത് എക്സ്റ്റിങ്ക്വിഷേഴ്സ് ആണ്. എക്സ്റ്റിങ്ക്വിഷർ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ പൗഡർ ടൈപ്പ് എടുക്കുക, നമ്മൾ എന്ത് ചെയ്യാം, അത് ഓപ്പറേറ്റ് ചെയ്യാം. നനഞ്ഞില്ല പറയുന്നത് ഇപ്പോൾ ബ്ലാങ്കറ്റ് ആണെങ്കിൽ ചെറിയൊരു നനവോട് കൂടി വേണം നമുക്കത് എന്ത് ചെയ്യാൻ. അതായത് വെള്ളം ഉപയോഗിക്കാൻ പാടില്ല, പക്ഷേ നനഞ്ഞ ചാക്കായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, അതിന് മുകളിൽ ചെയ്യേണ്ടത്. അതായത് കവറപ്പാണ്, ഇത് ടോപ്പ് കവർ ചെയ്യാൻ തരത്തിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്. ഒരു തുള്ളി പോലും പുറത്ത് പോകാൻ തരത്തിലായിരിക്കണം നമ്മൾ ആ ഗ്യാസിൻ്റെ ടോപ്പ് കവർ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്ത കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ ഫയറാണ്. ഇലക്ട്രിക്കൽ ഫയറിലും സെയിം മെത്തഡാണ്, വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. പൗഡർ ടൈപ്പ്, കാർബൺ ഡയോക്സൈഡ് നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ 5 കാറ്റഗറിയാണ് നമുക്കുള്ളത്. അത് വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്ന വലിയൊരു കാറ്റഗറി ഏതാണ്, ആദ്യം പറഞ്ഞ സോളിഡ് ടൈപ്പ് മാത്രം. ഓക്കെ, അപ്പോൾ ഈ ഒരു കാറ്റഗറി നിങ്ങൾക്ക് മനസ്സിലായി. അതിലൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുള്ളൂ, എന്താണ്, എവിടെ നിന്നാണ് തീ ഉണ്ടായെന്നുള്ളത് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ഉപയോഗിക്കുന്ന മെക്കാനിസം വളരെ ഈസിയായി. വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നില്ലല്ലോ, അത് അവരുടെ റെസ്പോൺസിബിലിറ്റി ഹീറ്റ് കുറയ്ക്കുക എന്നുള്ള മെക്കാനിസത്തിലാണ്. അതായത് ഈ ഗ്യാസ് നിറഞ്ഞ സിലിണ്ടറുകൾ താഴെ വീണെന്ന് വിചാരിച്ചോളൂ. സോ ഇതിനകത്ത് കൂടുതൽ എന്താ പറയുക, എക്സ്പ്ലോർ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. വൈബ്രേഷൻ വന്നാൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ സാധനം തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം എപ്പോഴും കണ്ടിന്യൂസ് ട്രൈ ചെയ്യുന്നത്. അതേസമയം അതിൽ തീ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റത്തില്ല. തീ അതിൽ പൊട്ടിയിട്ടില്ല, ഇതിലേക്കും ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ സോഴ്സ് അപ്പുറത്തേക്ക് പോകും. അതായത് പേപ്പറിനാണ് എന്ത് ചെയ്യുക, പേപ്പർ നിറയ്ക്കാനുള്ളതാണ്. അതിന് ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്കൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇൻഡക്ഷൻ്റെ ഇത്രയേ ഉള്ളൂ, അത് ജെർക്ക് ചെയ്ത് ബ്ലാസ്റ്റ് ആവരുത്. ആ ബ്ലാസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് കണ്ടിന്യൂസ് ആയിട്ട് അതിൽ വാട്ടർ സ്പ്രേ ചെയ്യുന്നത്. അവരൊക്കെ ടെക്നിക്ക് പൊട്ടിത്തെറിക്കും, മന്ദം കൂടിയിട്ട് പൊട്ടിത്തെറിക്കാൻ പാടില്ല. അതാണ് ആ ഗ്യാസ് നമ്മൾ കണ്ടെയ്നർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത്ര മനസ്സിലായിരുന്നു. ഇപ്പോൾ ഈ ഇലക്ട്രിക്കൽ ഫയറിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ പാനൽ റൂം ഉണ്ട്, പിന്നെ നമുക്ക് IT സെർവർ റൂംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിവിടെ ഇല്ല, പക്ഷേ എന്നാലും നമ്മൾ ഇനി ഫ്യൂച്ചറിൽ സെർവർ റൂമൊക്കെ നമുക്ക് വരാം. അപ്പോൾ സെർവർ റൂമിലൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതും ഇലക്ട്രിക്കൽ ഫയറാണ് വരിക. അവിടെയൊക്കെ നമ്മൾ പൗഡർ നമുക്ക് ഉപയോഗിക്കാം, പക്ഷേ റെയർ കേസിൽ മാത്രമേ പൗഡർ ഉപയോഗിക്കാവൂ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൗഡർ അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് തീ കെടുത്തി കഴിഞ്ഞാൽ റീയൂസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യണം, വളരെ വിജിലൻ്റായിട്ട് കാർബൺ ഡയോക്സൈഡ് ഉപയോഗിക്കണം. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യമാണ് നമ്മൾ ഇതിൻ്റെ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. ഫയർ എവിടെ നിന്നാണ് ജനറേറ്റ് ചെയ്തതെന്നുള്ളത് കൃത്യമായിട്ടൊന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കത് നോക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളുടെ ഒരു അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ഇപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ ആയുർവേദ സെൻറ്ററിൽ നമ്മൾ ലൈക്ക് ഓയിൽ ഫയർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത്, ഒന്നീ പൗഡർ യൂസ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ കാർബൺ ഡയോക്സൈഡ് യൂസ് ചെയ്യാം. പക്ഷേ നമുക്കപ്പോൾ സോഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ഇവിടെ നിന്നാണ് വന്നേന്നത്, അത് ഓയിലിൽ നിന്നാണ് ജനറേറ്റ് ചെയ്യുന്നുള്ളത് അറിയാം. ഓക്കെ, അപ്പോൾ അതൊന്നും നമ്മൾ കൃത്യമായിട്ട് ടൈപ്പൊന്നും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അതേപോലെ ഫയർ എങ്ങനെ ഉണ്ടാവുന്നതെന്നും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ നമ്മളൊരു ആശുപത്രിയിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ, ആണോ? അപ്പോൾ നമുക്കറിയാം നമ്മൾ കുറേ സാധനങ്ങളുണ്ട്, എവിടേക്ക് പോകാനുള്ള വഴികളൊക്കെ നമ്മൾ പലയിടത്തേക്ക് വെച്ചിട്ടുണ്ട്. ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്ന നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ടടുത്ത് ഫയർ എക്സ്റ്റിങ്ക്വിഷർ എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അത് ഏത് ടൈപ്പാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. എതിരെയാണ് ഫയർ എക്സിറ്റ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഈ 3 കാര്യം നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. 3 കാര്യം. ഒന്ന്, ഫയർ എക്സ്റ്റിങ്ക്വിഷർ എവിടെയാണ് ഇരിക്കുന്നത്, എല്ലാവർക്കും അറിയാമോ? ഇല്ലല്ലോ. ഏത് ടൈപ്പ് എക്സ്റ്റിങ്ക്വിഷറാണ് എന്നുള്ളത് അറിയാം. നമ്മുടെ അടുത്ത് 2 ടൈപ്പ് മാത്രമേ ഉള്ളൂ, പൗഡറും ഉള്ളൂ, കാർബൺ ഡയോക്സൈഡ് ടൈപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മുടെ നിയറസ്റ്റ് ഫയർ എക്സിറ്റ് ഏതാണെന്നുള്ളത് അറിയണം. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കയറിപ്പോകാനൊരു വഴിയുണ്ടാവും, ഇറങ്ങിപ്പോകാനൊരു വഴിയുണ്ടാവും. ഈ ഫയർ എക്സിറ്റ് എന്ന് പറയുന്നത് നമുക്ക് റെയർ കണ്ടീഷനിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതൊരു കോമൺ കോറിഡോറായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നില്ല. പക്ഷേ നമുക്ക് ഒരു കോറിഡോർ ഉള്ളതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കാരണം എന്താണ്, നമ്മുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് വളരെ കുറവാണ്. 50 മീറ്ററിൻ്റെ താഴെയാണ് നമ്മളുടെ നീളം അല്ലേ. കെട്ടിടത്തിന് 50 മീറ്ററിന് മുകളിൽ വരുന്നില്ലല്ലോ, ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് സിംഗിൾ എക്സിറ്റ് പറഞ്ഞിരിക്കുന്നത്. എൻട്രി എക്സിറ്റ് ഒന്നും തന്നെ. അതേസമയം 50 മീറ്ററിൻ്റെ മുകളിൽ ഉള്ള ഒരു ഫ്ലോറാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 എക്സിറ്റ് നിർബന്ധമായിട്ട് ഉണ്ടാവണം. അതിൽ ഫാർ എക്സിറ്റ്, അതായത് ഫയർ എക്സിറ്റ് എന്ന് പറയുന്നത് ഓപ്പൺ സ്പേസിലേക്കായിരിക്കും. ഇത് വേണ്ടിയിട്ടാണ് എല്ലാ ഫയർ എക്സിറ്റ് എങ്ങനെയാണ് പുറത്തോട്ട് സ്പേസ് ചെയ്ത്, അതായത് ഓപ്പൺ എയറിലേക്ക് സ്പേസ് ചെയ്തിട്ടായിരിക്കും ഫയർ എക്സിറ്റുകൾ മുഴുവൻ ഉണ്ടാവുക പല കെട്ടിടങ്ങളിലും അല്ലേ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചിരിക്കുന്നത് പോലും പോയി ശ്രദ്ധിക്കുക. എസ്പെഷ്യലി വല്ല മാളിലൊക്കെ പോകുമ്പോൾ അതിൻ്റെ ഫയർ എക്സിറ്റ് ഏരിയ വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്, പുറത്തോട്ട് ഫേസ് ചെയ്തിട്ടാണ് അല്ലെ, ഓപ്പൺ എയറിലേക്ക് ഫേസ് ചെയ്തിട്ടല്ലോ. അതിനെന്താ കാരണം, നമ്മൾ ആക്സിഡൻറ്റിലേക്ക് ഇഞ്ചുറീസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് എക്സിറ്റ് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഉൾവശമായിട്ടുള്ള കോൺടാക്ട് നമുക്ക് പോയി.
അതുകൊണ്ടാണ് ഔട്ട് സൈഡിലേക്ക് ഫേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? ഒന്ന്, നിയറസ്റ്റ് ഫയർ എക്സിറ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് തൊട്ടടുത്ത് ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഏതാണ്, എവിടെയാണ് ഇരിക്കുന്നത് അറിയണം, ഏതാണെന്നുള്ളത് അറിയണം. പിന്നെ നമുക്കറിയേണ്ടത് എന്താണ്? ഇത് ഉപയോഗിക്കാൻ അറിയണം. വേണ്ടേ? രണ്ടിൻ്റെ കാര്യമില്ലല്ലോ. ഓക്കെ, അതിന് മുമ്പേ ഞാൻ ആദ്യം ഒന്ന് പറയട്ടെ. ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അറിഞ്ഞാൽ മാത്രമേ അത് ഉപയോഗിക്കാനും പാടുള്ളൂ. ഓക്കെ, അതുകൂടെ നമ്മൾ ശ്രദ്ധിക്കുക. ഞാനൊരു വലിയ പരിജ്ഞാനിയാണെന്ന് വിചാരിച്ച് ഇതെടുത്തുകൊണ്ട് പോയി തീക്കകത്തേക്ക് കൊണ്ട് ഇടാനൊന്നും പറ്റത്തില്ല, അല്ലേ? ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് നമുക്ക് അത് അറിഞ്ഞിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾ മെക്കാനിസം വന്നിരിക്കുന്നത്. പാസ് എന്ന് പറയുന്ന ഒരു മെക്കാനിസം ആണ്. പാസ് ഫുൾ ദ പിൻ സിമ്പിൾ ആണ്, അല്ലേ? ഫുൾ ദ പിൻ എയിം അറ്റ് ദ ബേസ് ഓഫ് ഫയർ യൂസ് ഫയർ, അത്രേ ഉള്ളൂ. അപ്പോൾ എന്താണ് പൊട്ടിക്കേണ്ടതെന്ന് പറയുന്നത്? ഫുൾ ദ പിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്, അല്ലേ? ഇതാണ് നമ്മുടെ ഒരു ടിപ്പിക്കൽ ഫയർ എക്സ്റ്റിങ്ക്വിഷർ എന്ന് പറയുന്നത്. ഇതിൽ കുറച്ച് പഴക്കം വന്നുകൊണ്ടാണ് കേട്ടോ, ശ്രദ്ധിച്ചു കേട്ടോ. പഴക്കം വന്നുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. ഇത് കേട്ടോ, നിങ്ങൾ പ്രഷർ ഗേജ് കണ്ടിട്ടില്ലേ? ആദ്യം നോക്കേണ്ടത് ഈ പ്രഷർ ഗേജിന്റെ പ്രഷറാണ്. ഇത് രണ്ട് സൈഡിലും ചുവപ്പും നടുക്ക് പച്ചയാണ് ഉണ്ടാവുക. ഈ പച്ചയിൽ പോയിന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റത്തുള്ളൂ. റെഡിലാണെങ്കിൽ ഒന്നെങ്കിൽ ഹൈ പ്രഷറാണ്, ഇല്ലാതെങ്കിൽ ലോ പ്രഷറാണ്. അപ്പോൾ നമ്മൾ പൗഡറൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് പോയി പൊട്ടി ചെയ്യാൻ ചിലപ്പോൾ ഇതിനകത്ത് ഒരു സാധനം വരും, ഒരു ഗ്യാസ് മാസ്കിനെ പോലെ എല്ലാം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ സിലിണ്ടർ ഉണ്ടായിട്ട് കാര്യമില്ല. രാവിലെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളതും കൂടെ നോക്കണം. നമ്മൾ ഡെയിലി ചെക്കിങ്ങിലേക്ക് ഇതും കൂടെ ആഡ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് ഇതിലൊരു 1 year വാലിഡിറ്റി ഒക്കെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 1 year വാലിഡിറ്റി കൊടുക്കും. ഓക്കെ, അതായി എല്ലാ വർഷവും നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? റിന്യൂ ചെയ്ത് കൊടുക്കണം. റിന്യൂ ചെയ്യുന്ന സമയത്ത് അവരിത് പൊട്ടിക്കും. ഇതിനകത്ത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പൗഡർ എടുത്ത് കളയും. എന്നിട്ട് പ്യുവർലി ഫില്ല് ചെയ്തിട്ടാണ് അത് ചെയ്യുക, പുതുതാക്കി അവർ സീൽ ചെയ്ത് തരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം പ്രഷർ നോക്കി. പ്രഷർ നോക്കിയതിന് ശേഷം ഇതേപോലെ പിൻ കണ്ടോ? ഈ പിന്ന് നമുക്ക് വലിച്ച പൊട്ടി. ഇവിടെ സാധാരണ രീതിയിൽ ഇത് നമ്മൾ വെച്ച് സീൽ ചെയ്തിട്ടായിരിക്കും ഇത് വെച്ചിരിക്കുക. ഓക്കെ, ഇത് നമ്മൾ ഇതൊക്കെ പൊട്ടിയിട്ടുണ്ട്, പൊട്ടിച്ചിട്ടുണ്ട്. ആരും ഉപയോഗിച്ചതായിരിക്കാം, എല്ലാവരും ഏതെങ്കിലും സമയത്ത് നമ്മൾ വലിച്ചുകൊണ്ടാവാം, എനിക്കൊരു പൊടിച്ച് പൊട്ടിയതാവാം. സോ നമ്മൾ ചെയ്യുന്നു ഫുൾ ദ പിൻ. ഓക്കെ, പിന്നെ നമ്മൾ പുറത്തോട്ടെടുക്കും. ചില സിലിണ്ടറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇതിനിടയ്ക്ക് ഒരു ബ്ലോക്ക് കൂടി ഉണ്ടാവും, ഒരു മഞ്ഞയോ അല്ലെങ്കിൽ നീലക്കാറുള്ള ഒരു ഇതുണ്ടാവും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പിന്ന് റിമൂവ് ചെയ്യുമ്പോൾ ആക്സിഡന്റ് ആയിട്ട് പോലും ഇത് പ്രഷർ അല്ലെങ്കിൽ പ്രസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ലോക്ക് വെച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഉണ്ടാവും ഞാൻ വിചാരിക്കും, ഇല്ലേ? കേരളത്തിൽ ഉണ്ടാവുന്നില്ല, ഒന്നിലില്ല. പുതുതായിട്ട് വരുന്നതിൽ എല്ലാത്തിലും ഉണ്ട് കേട്ടോ. പുതുതായിട്ട് വരുന്ന എല്ലാ സിലിണ്ടറിലും ആ ഒരു പ്രൊമോട്ട് ഏതെങ്കിലും ഒരു ലോക്ക് ഉണ്ടാവും. അപ്പോൾ ഒരിക്കലും ആക്സിഡന്റ് ആയിട്ട് പോലും നമ്മൾ പിന്ന് റിമൂവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവില്ല, പ്രസ്സായി പോകത്തില്ല. അതിനുശേഷം നമ്മൾ പിന്ന് റിമൂവ് ചെയ്തു, ഇത് റിമൂവ് ചെയ്തു, അല്ലേ? ഇവിടെ ലോക്ക് ഉണ്ടല്ലോ, ലോക്ക് റിമൂവ് ചെയ്തതിന് ശേഷം ടിപ്പ് ചേഞ്ച് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? അമർത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നതാണ്? പൗഡർ വരും. ഓക്കെ, ഈ പൗഡർ സൂക്ഷിച്ചെന്ന് വിചാരിച്ചാൽ ആരും മരിച്ചു പോകുന്നൊന്നുമില്ല. ലൈക്ക് എന്നോർക്കും നല്ല ഒന്നുമല്ല, സൂക്ഷിക്കാൻ എപ്പോഴും പറ്റിയൊരു സാധനമൊന്നുമല്ല. ഓക്കെ, അതാണ് നമ്മളുടെ ഈ ഒരു എസ്റ്റിങ്ക്വിഷറിനെ സംബന്ധിച്ചിടത്തോളം കാര്യം, അതായത് പൗഡർ ടൈപ്പ് എസ്റ്റിങ്ക്വിഷറിനെ സംബന്ധിച്ചിടത്തോളം കാര്യം. ഇതേ മെക്കാനിസം തന്നെയാണ് കാർബൺ ഡയോക്സൈഡ് വരുന്നത്. ഇതാണോ കാർബൺ ഡയോക്സൈഡ്? വേറൊരു ടൈപ്പാണ്. സാധാരണ നമ്മൾ കിച്ചണിലൊക്കെ വെക്കുന്ന ഒരു എസ്റ്റിങ്ക്വിഷറാണ് ഫയർ എസ്റ്റിങ്ക്വിഷർ എന്ന് പറയുന്നത്. ഇതിന്റെ മുകളിലാണ് പിന്ന് വരുന്നത്, കണ്ടോ? ഇവിടെ മുകളിലൊരു പിന്നുണ്ട്. ഈ പിന്ന് നമ്മൾ നേരെ വലിച്ച് പുറത്തോടിയായിരിക്കും പൊക്കിയാണ് പിന്ന് പൊട്ടും. അതിനുശേഷം നമ്മൾ ടാപ്പ് തുറക്കുന്ന പോലെ എന്ത് ചെയ്താൽ മതി? പിന്നോട്ടാക്കിയത് എന്തായി? ഇതിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് വരും. ഓക്കെ, ഈ കാർബൺ ഡയോക്സൈഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ നമ്മൾ എപ്പോഴും ഈ ഒരു പ്ലാസ്റ്റിക് മേഖലയിൽ മാത്രമേ എന്ത് ചെയ്യാവൂ? കൈ പിടിക്കാവൂ. സപ്പോസ് ഇവിടെ പിടിച്ചെന്ന് വിചാരിച്ചു, പെട്ടെന്ന് കോൾഡ് കംപ്രസ് വരും, അതായത് കാർബൺ ഡയോക്സൈഡ് പുറത്തുനിന്ന് ഭയങ്കര തണുപ്പായിരിക്കും. ഇവിടെയാണ് ഞാൻ പിടിച്ചിരിക്കുന്നതെങ്കിൽ എൻ്റെ കൈ അങ്ങോട്ട് മാറ്റാൻ. ഓക്കെ, അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലാസ്റ്റിക്കാണ് ഇവിടെ. ഈ പ്ലാസ്റ്റിക് ഏരിയയിൽ മാത്രമേ നമ്മൾ ഹോൾഡ് ചെയ്യാവൂ നമ്മൾ പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ഹോൾഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെ എന്ത് ചെയ്യുന്നത്? തുറക്കുമ്പോൾ പിന്നെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, തുറക്കുമ്പോൾ മറ്റുള്ളവരുടെ മുഖത്തേക്കോ എൻ്റെ മുഖത്തേക്കോ ഇത് വരാൻ പാടില്ല. കാരണം നമുക്ക് എന്താണ്? കാർബൺ ഡയോക്സൈഡ് നമുക്ക് പെട്ടെന്ന് കാർബൺ ഡയോക്സൈഡ് ഇൻഹേൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും? നമുക്ക് ശ്വാസം കിട്ടണമെങ്കിൽ എന്താണ്? ഓക്സിജൻ വലിച്ചാലേ കിട്ടുള്ളൂ, അല്ലേ? മൊത്തോട്ട് എന്താണ് കാർബൺ ഡയോക്സൈഡ്. ഉള്ളിലോട്ട് കാർബൺ ഡയോക്സൈഡ് കൊടുത്തു കഴിഞ്ഞാലോ പെട്ടെന്ന് നമ്മൾ ശ്വാസം മുട്ടി താഴെ വീഴും. ഓക്കെ, ഈ ഒരു രണ്ട് കാര്യം ഉപയോഗിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഉണ്ടോ? എങ്ങനെ ഉപയോഗിക്കാം? ആരെ വിളിക്കാം? ഇനി ആരെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുമോ? ചോദിച്ചു കഴിഞ്ഞാൽ ഉപയോഗിക്കുമോ? ആ സമയത്ത് ഉപയോഗിക്കുന്നുണ്ടാവില്ലേ? യൂഷ്വലി പറയുന്നത് എമർജൻസി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സംഭവം ഉപയോഗിക്കുന്നത്. അതായത് പ്രൈമറി മാനേജ്മെന്റ്.
സെക്കൻഡറി മാനേജ്മെന്റ് പറഞ്ഞാൽ നമ്മളൊരു ടീം അവിടെ വരും. അതായത് ഫയർ ടീം വരുമ്പോഴത്തേക്ക് അവരുടെ കയ്യിൽ ലൈക്ക് ഡിഫറെന്റ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസസ് ഉണ്ടാവും, മൾട്ടിപ്പിൾ ആക്ടിവിറ്റീസ് വരും. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, വാട്ടർ വരും. ആ സമയത്ത് സാധാരണ ഞാൻ പറയാം, ഈ നേരത്തെ പറഞ്ഞ നമ്മുടെ 5 കാറ്റഗറി നമ്മൾ പറഞ്ഞല്ലോ, 5 കാറ്റഗറി ഒന്നും ആരും നോക്കാൻ പോകുന്നൊന്നുമില്ല. എന്തൊക്കെ സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ടോ അത് ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും തീ അണയ്ക്കാനായി ഞാൻ എന്ത് ചെയ്യുള്ളൂ, നോക്കുകയുള്ളൂ. പിന്നെ നമ്മുടെ ഇന്നത്തെ ഒരു ഫെസിലിറ്റി പ്രകാരം ഇലക്ട്രിക്കൽ ഫയർ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ DB ഓഫ് ആവും, ഇലക്ട്രിക്കൽ കണക്ടിവിറ്റി ഒക്കെ നഷ്ടപ്പെടും അല്ലേ. അപ്പോൾ ആ ഒരു അതിലേക്ക് തീ അണച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാലും തീ വരത്തില്ല. പണ്ട് കാലത്ത് അങ്ങനെ ആയിരുന്നില്ല, ഓട്ടോമാറ്റിക്കലി എന്താണ് ഈ പറഞ്ഞ DB അങ്ങനെ ഉണ്ടാവുന്ന ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇലക്ട്രിക്കൽ ഫയറൊക്കെ വന്നു കഴിഞ്ഞാൽ തീ ഉപയോഗിക്കരുത് എന്നുള്ളത്, വാട്ടർ ഉപയോഗിക്കരുത് എന്നുള്ളത് പറഞ്ഞിരുന്നത്. ഇപ്പോഴത്തെ സ്ഥിതിയിലാണ് വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. ഓക്കെ, മിത്രം ക്ലിയർ ആണല്ലോ. സ്റ്റോക്ക് അടിക്കും, അതായത് വെള്ളം വരുമെന്നുള്ളതാണ് കൺസെപ്റ്റ്. അതായത് വാട്ടർ ഇസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി എന്നുള്ളതാണല്ലോ അത് ഫിസിയോളജി. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തീ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അത് നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരിക്കണം. റേസ് എന്ന് പറയുന്ന മെക്കാനിസം, റേസ് നോട്ട് ഇറ്റ്സ് കൈൻഡ് ഓഫ് റേസ് അല്ലേ. ഓടി രക്ഷപ്പെടുക, എന്നെ ഞാൻ രക്ഷപ്പെടണം, മറ്റുള്ളവർ രക്ഷപ്പെടണം അല്ലേ. സോ റേസ്. സോ ആദ്യം ആളുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, റിമൂവ് ഓൾ പേഴ്സൺസ് ഇൻ ഡേഞ്ചർ. ആ ഒരു സ്ഥലബന്ധിയിലോ അല്ലെങ്കിൽ എൻ്റെ അടുത്തുള്ള എൻ്റെ സമൂഹത്തിലുള്ള ആൾക്കാരെ എന്ത് ചെയ്യണം, മാറ്റണം. എവിടേക്കാണ്? സുരക്ഷിത സ്ഥലത്തേക്ക്. നമ്മുടെ സുരക്ഷിത സ്ഥലം എവിടെയാണ്? ഫയർ അസംബ്ലി പോയിന്റ്. അതെവിടെയാ? അവിടെയുണ്ട്, ഇവിടെയുണ്ട്, 2 അസംബ്ലി പോയിന്റ് ഉണ്ടല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, റിമൂവ് ഓൾ പേഴ്സൺസ് ഇൻ ഡേഞ്ചർ. എതിരെ അവരെ ഇറക്കിക്കൊണ്ട് പോകും, ഫയർ എക്സിറ്റ്. ശരിയാണല്ലോ. അപ്പോൾ ഫയർ എക്സിറ്റ് ഞാൻ അറിഞ്ഞിരുന്നു. ഞാൻ അടുത്തത് എന്താണ്, കണ്ടെയ്ൻ ദ ഫയർ. എങ്ങനെ കണ്ടെയ്ൻ ചെയ്യും? ബൈ റിമൂവിങ് ലൈക്ക് എന്തൊക്കെയാണ് നെസസറീസ് ആണ്. അതായത് ഓക്സിജന്റെ പ്രസൻസ് ആണെങ്കിൽ അത് റിമൂവ് ചെയ്യണം. നമ്മളുടെ മെറ്റീരിയൽസ് ലൈക്ക് ഫ്യൂവൽ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, നമ്മൾ എന്താ പറയുക, പേപ്പറോ അല്ലെങ്കിൽ വുഡോ പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് റിമൂവ് ചെയ്യണം. അതാണ് നമ്മുടെ നെക്സ്റ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെന്താണ്, മറ്റുള്ളവരെ അറിയിക്കണം. വേണ്ടേ? ഒറ്റയ്ക്ക് മെനക്കെടാൻ പോയി കഴിഞ്ഞാൽ വല്ലതും നടക്കുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് ചെയ്യണം, ഓൾവേസ് ഇൻഫോം അല്ലേ. മറ്റുള്ളവരെ അറിയിക്കും. കൺഫേം ചെയ്യാൻ വേണ്ടി നമ്മുടെ അടുത്ത് എന്തൊക്കെ മെക്കാനിസം ഉണ്ട്. നമുക്കിവിടെ ഒരു ഓൾഡ് റെഡ് എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്താണല്ലേ, ഫയർ എമർജൻസി ആണ്. സോ കോഡ് റെഡ് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം. നമ്മുടെ ആക്ടിവേറ്റ് ചെയ്യുന്ന മെക്കാനിസം എങ്ങനെയാണ്, നമ്മൾ റിസപ്റ്റിലേക്ക് പറയുന്നു, റിസപ്റ്റിൽ നിന്ന് ടീമിനെ ഇൻഫോം ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഡിഫൈൻ ചെയ്തത്. ഇനി നിങ്ങളിവിടെ ഒരു അലാം കണ്ടിട്ടുണ്ട്, അതൊരു ചുവന്ന സാധനം കണ്ടോ അവിടെ? ഓക്കെ, ആ അലാമിൽ ഒരു ഗ്ലാസ് വെച്ചിട്ട് സാധനമാണ്. അതിന് ചെയ്താൽ മതി, ആ ഗ്ലാസ് മുഴുവൻ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അലാം അടിക്കും. ഒരു സ്വിച്ച് പ്രസ് ചെയ്ത്, ആ പ്രസ് ചെയ്ത് കഴിയുന്ന അലാം അടിക്കും. അലാം അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ സൗണ്ടാണ് അല്ലേ. ഒരു വലിയ സൗണ്ട് വലിയ സൗണ്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്ത് ചെയ്തു, എന്തോ സംഭവിച്ചു എന്നുള്ളത് ആരൊക്കെയോ മനസ്സിലായി. എന്തോ സംഭവിച്ചു ആരൊക്കെയോ മനസ്സിലായി. പിന്നെ അതിന് മുകളിൽ ഒരു പെട്ടി കേട്ടോ, അതാണ് കൺട്രോൾ പാനൽ എന്ന് പറയുന്നത്. സോ കൺട്രോൾ പാനലിൽ ഒരു ലൈറ്റ് വരും. ആ ലൈറ്റ് സെൻസ് ചെയ്യും അത് എവിടുത്തെ അലാമാണ് അടിച്ചിരിക്കുന്നത്. ഇല്ലാതെ ഏത് ഡിറ്റക്ടറാണ്, ഏത് സ്മോക്ക് ഡിറ്റക്ടറാണ് ഫയർ ഡിറ്റക്ട് ചെയ്യുന്നുള്ളത് അതിനകത്ത് കാണും. സാധാരണ രീതിയിൽ ആ ഫിറ്റ് ചെയ്ത വ്യക്തികൾ സോൺ തിരിച്ച് നമ്മളോട് പറഞ്ഞു തരും. ഏത് സോണിലുള്ളത് ഏതൊക്കെ സെൻസേഴ്സ് ആണ്, ബി ഏതൊക്കെയാണെന്നുള്ളത് നമ്മളോട് പറഞ്ഞു തരും. അപ്പോൾ അത് പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എ ആണെന്നുണ്ടെങ്കിൽ എയിലേക്ക് ഓടാം. അത് ചിലപ്പോൾ 1, 2, 3 ലിറ്ററാണെങ്കിൽ ആ 3 ലിറ്ററാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇനി ബി ആണെന്നുണ്ടെങ്കിൽ ആ സോണിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, മൂവ് ചെയ്യും. ഓക്കെ, അതാണ് ഈ പറഞ്ഞ ഇൻഫോർമേഷനും കൊണ്ട്, അതായത് അലാം ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കും. 2 മെക്കാനിസം ആണെങ്കിൽ നമ്മുടെ അലാം നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നു. 2 എന്ന് പറയുന്നത് നമ്മൾ കോഡ് ആക്ടിവേറ്റ് ചെയ്യും. നമുക്കിവിടെ ഒരു ഫയർ അല്ലെങ്കിൽ കോഡ് ടീം അവൈലബിൾ ആണ് 24/7 ബേസിസ്. നമ്മൾ ആരോടും എന്ത് പറയുന്നില്ല, ഇവിടെ നൈറ്റിൽ ആളുകൾ പറയുന്നില്ല. എന്തോ ഒരു 24 hours റൺ ചെയ്യുന്ന ഒരു സ്ഥാപനം ആയതുകൊണ്ട് 24 മണിക്കൂർ ഇവിടെ എന്തുണ്ട്, നമുക്ക് ആൾക്കാരുണ്ട്. അത് സെക്യൂരിറ്റി ആവാം, ഇനി ഡ്രൈവേഴ്സ് ആവാം, മെയിൻ്റനൻസ് സ്റ്റാഫ് ആവാം, തെറാപ്പിസ്റ്റ് ആവാം, ആരായാലും കുഴപ്പമില്ല. ആർക്ക് വേണമെങ്കിലും ചെയ്യാം ഈ പറഞ്ഞ സംഭവം വെച്ച് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഇൻഫർമേഷൻ കൊണ്ട് പറയുന്നത്. പിന്നെ ഈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇവാക്വേഷൻ. ഇവാക്വേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ അവിടെ ആംബുലേറ്ററി ആൾക്കാർ മാത്രമേ ഉള്ളൂ, അതായത് നടക്കാനൊക്കെ പറ്റുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ അല്ലേ. കടപ്പായിട്ടുള്ള രോഗികളും നമുക്കില്ല. സപ്പോസ് കടപ്പായിട്ടുള്ള രോഗികളും കൂടി ഉള്ള ഒരു സാധനം ചോദിച്ചു, നമ്മളിപ്പോൾ പഞ്ചകർമ്മ നമുക്കുണ്ട്. പഞ്ചകർമ്മ ഉള്ളതുകൊണ്ട് ഒരിക്കലും നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, കടപ്പുള്ള രോഗിക്കാണ്. കടപ്പായ രോഗികളൊന്നും ഇവിടെ വരില്ല എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം പഞ്ചകർമ്മ ഏതൊന്നും സി വരാം, ലൈക്ക് സ്ട്രോക്കുള്ള ആൾക്കാർ വരാം. അപ്പോൾ അവർക്കൊക്കെ പെട്ടെന്ന് മൊബിലൈസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം,
ഇവാക്യുവേഷനിൽ പ്രൊസീജിയേഴ്സ് അറിഞ്ഞിരിക്കണം. ഏതെങ്കിലും ഒരു സമയത്ത് ഇവാക്യുവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ആരെയാണ് നമ്മൾ ഇവാക്യുവേറ്റ് ചെയ്തിട്ട് ഫയർ അസംബ്ലി പോയിന്റ് കൊണ്ടുപോകേണ്ടത്? കടപ്പുരോഗികൾ. ഓക്കെ, കടപ്പുരോഗികളാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടത്? ഇവാക്യുവേറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷമാണ് സെമി ആംബുലൻസറി പേഴ്സൺ, അതായത് വീൽ ചെയർ അസിസ്റ്റൻസോ അല്ലെങ്കിൽ നമ്മുടെ ഷോൾഡറിലൊക്കെ ഒരു സപ്പോർട്ട് വേണ്ടതായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവരെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇറക്കേണ്ടത്. അതിനുശേഷം മാത്രമേ പ്രോപ്പർലി നന്നായി നടക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് ഇവാക്യുവേറ്റ് ചെയ്യാനായിട്ട് പാടും. അപ്പോൾ ആ ഒരു മെക്കാനിസം നമ്മൾ കൃത്യമായിട്ട് എന്തിരിക്കണം? അറിഞ്ഞിരിക്കണം. ഓക്കെ, തൽക്കാലം നമുക്കിവിടെ കടത്തുരോഗികളൊന്നുമില്ല. കടത്തുരോഗികൾ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രയോറിറ്റി കടത്തുരോഗികൾക്ക്, പിന്നെ സപ്പോർട്ട് വേണ്ട ആൾക്കാർക്ക്, പിന്നെ നോർമൽ പേഴ്സൺസ്. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് ജനറലി നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഫയറിനെ കുറിച്ചിട്ട് അറിയില്ല. ഒന്ന് ഫയർ എങ്ങനെ ഉണ്ടായി നമ്മളാണ്, നമ്മുടെ പ്രൈമറി റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ എങ്ങനെ നമുക്ക് അണയ്ക്കാമെന്നുള്ളത് പറഞ്ഞു. അണയ്ക്കാനായിട്ട് നമുക്ക് എന്തുണ്ട്? പൗഡർ ടൈപ്പ് എക്സ്റ്റിങ്വിഷൻ ഉണ്ട്, കാർബൺ ഡയോക്സൈഡ് ടൈപ്പ് എക്സ്റ്റിങ്വിഷൻ ഉണ്ട്, വെള്ളമുണ്ട്. ഓക്കെ, ഈ രണ്ട് തരത്തിലുള്ളതാണ് നമുക്കുള്ളത്. ഇതൊരു ഹോസ്റ്ററിലാണ് അല്ലേ? ഹോസ്റ്ററിൽ ഇതിൻ്റെ ടിപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? ഈ ടിപ്പ് അല്ല, ചില സ്ഥലങ്ങളിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ടിപ്പായിരിക്കത്തില്ല, ഒരു ഇങ്ങനെ പിടിക്കാനുള്ളതിൻ്റെ ഒരു ടിപ്പായിരിക്കും. പക്ഷേ ഇവിടെ നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നു? വാൽ ടൈപ്പാണ് ചെയ്തിരിക്കുന്നത്. ഇത് ലോക്കാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇത് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുറന്നു വരും. ലൈക്ക് അതേപോലെ ഇത് നിങ്ങൾ വലിച്ചോണ്ട് പോകുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ? പോകാനായിട്ട് മേളിലോട്ടോ പാടും. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇത് വലിച്ചുകൊണ്ട് പോകണം. അല്ലാതെ ഇത് വലിച്ചുകൊണ്ട് പോയിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ എവിടെയാണോ ലൊക്കേഷൻ പോകും, ആ ലൊക്കേഷൻ എത്തുമ്പോൾ ഇങ്ങനെയാണ് പോകുന്നത്. ഈ ഒരു മെത്തേഡ് ഇങ്ങനെ ആയിരിക്കണം എന്ത് ചെയ്യുന്നത്? ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇവിടെ ആവശ്യം കഴിഞ്ഞതിന് ശേഷം ഇത് ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വന്നത് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കാര്യം കൃത്യമായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു സാധനമാണ്. ഇത് കുറച്ചുകൂടെ പവർഫുള്ളായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു സംഭവമാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, പക്ഷെ കണക്ട് ചെയ്ത് വെള്ളം ഉപയോഗിക്കത്തില്ല. എല്ലാത്തിലും ഇങ്ങനെ ഒരു കീ ഉണ്ടാവും കേട്ടോ. സാധാരണ ഇതൊരു ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ലോക്കായിട്ട് ഇരിക്കുക. നമ്മുടെ ആവശ്യാനുസരണം മാത്രം എന്ത് ചെയ്യണം? നമ്മളത് പൊട്ടിച്ചിട്ട് പൊട്ടിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? തുറക്കുന്നത്. ഇതെനിക്ക് തോന്നുന്നു അന്ന് അവർ തുറന്നായിരിക്കണം. അതെ, ഇതിലൊക്കെ ഉണ്ട്. ആർക്കും പറയണ്ട, അതിനകത്ത് കുപ്പി പാതൊക്കെ ഉണ്ട്. ഇതാണ് നമ്മളുടെ ഓക്കെ, ഇത് കണക്ട് ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അടുത്തൊരു ലോക്ക് വെച്ച് വെച്ചിരിക്കുകയാണ്. ഇത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് മറ്റേ വലിച്ചാലൊന്നും പോരത്തില്ല. അപ്പം ജസ്റ്റ് ഇവിടെ ലോക്ക് ഉണ്ടാവും. ഈ ലോക്ക് എന്ത് ചെയ്യണം? യൂസ് ചെയ്യണം. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പോരും. സെയിം മെത്തേഡ് തന്നെയാണ്. ഇത് കണക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഒന്നിലോട്ട് എന്ത് ചെയ്ത് പ്രസ് ചെയ്താൽ മതി. ഇനി ഇത് പോരത്തില്ല. ഓക്കെ, പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ കൊണ്ടുപോവുക, ലൂസ് ചെയ്ത് പോവുക. ലൂസ് ചെയ്ത് പോയിട്ട് ഇതിൻ്റെ എൻഡിൽ കണ്ടോ, ഇതിൻ്റെ എൻഡിലൊരു സാധനമുണ്ട്. ഇതേപോലെ മടക്കി വെക്കും. ഞാൻ തുറന്നു കാണിക്കാം. അല്ല, അതിനകത്ത് മറ്റേതും കൂടെ വെക്കാം. ഇവരിപ്പോ ഉപയോഗിക്കുന്നുണ്ട്. കഴുകാൻ വേണ്ടി, ഫ്ലോർ കഴുകാൻ വേണ്ടിട്ട് ആ സമയത്ത് വിളിച്ചവരെ കൂടി ജയിപ്പിച്ചാൽ മതിയായിരുന്നല്ലോ. ഇതാണ് നമ്മുടെ ഇത് വരുന്നത്, എൻഡ് വരുന്നത്. ഈ എൻഡിൽ എന്ത് ചെയ്യുന്നത്? സൂചിയുണ്ട്. പവർ വരാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇത് കണക്ട് ചെയ്യണം. ഓക്കെ, കണക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ഇനി ഇത് പുറത്തോട്ട് വരത്തില്ല. ഇത് പിടിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ശ്രദ്ധിക്കേണ്ടത്. വെള്ളം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മെക്കാനിസത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഹോൾഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ കയ്യിൽ ഈ സാധനം പോകും, പോകും. മറ്റേ
മിലിറ്ററിക്കാർ തോക്ക് പിടിക്കുന്നത് ആയിരിക്കണം. കാരണം ഈ ഒരു ലെവലിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് പിടിക്കണം. പക്ഷേ ഇത് വെറുതെ നമ്മൾ വെള്ളം പിടിച്ചിട്ട് രക്ഷപ്പെടുന്ന ആവശ്യമില്ലല്ലോ. ഓക്കെ, നല്ല പവർഫുൾ ആയിരിക്കും വെള്ളം വരിക. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്താൽ മതി, വാൽവ് ഷട്ട് ഓൺ ചെയ്താൽ മതി. ഓക്കെ, പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉണങ്ങണോ? അതെ വേണ്ടല്ലോ, തുറക്കണ്ട. വേണ്ട. മനസ്സിലായോ? വെരി സിമ്പിളാണ്. ഇത് തുറക്കാനും എന്ത് ചെയ്യണം? വലിക്കുക. രണ്ട് സെക്കൻഡ് കണക്ട് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. ലൂസാക്കാൻ വേണ്ടിയിട്ട് വലിക്കുക. ഇതും അങ്ങനെ തന്നെയാണ്. ഇനി ഊരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇനി ആർക്കെങ്കിലും ചെയ്തോ ചെയ്തു നോക്കാം. ഏത് സംശയം ഉണ്ടോ? ഇല്ല, സംശയമൊന്നുമില്ല. ടി വി വേണം. എല്ലാവരും ഭയങ്കര റിമൂവ് ഓൾ പേഴ്സൺസ് ഇൻ ഡേഞ്ചർ, ഓൾവേസ് ഫുൾ അലാം. അത് ഓൾവേസ് ഇൻഫോം ആയാലും കുഴപ്പമില്ല. ഓൾവേസ് ഇൻഫോം, ഓൾവേസ് അലാം.